അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോശമായിട്ട് പറയുന്നവർ അവരവരെ പാട്ടിന് പോട്ടെ, നമ്മളത് കാര്യമാക്കുന്നില്ല. നമ്മൾ ആവശ്യമായത് ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ കിഴങ്ങ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കൻ കേട്ടോ. ഇത്രയും സാധനങ്ങൾ. കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം എന്താ പറയുക കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 വലിയ സ്പൂണിന് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് കായം, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് ഇത് ഞാൻ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പ് ഉപയോഗിച്ച മറ്റേ മല്ലിച്ചപ്പാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം. നല്ലോണം ഇതുപോലെ കുഴച്ചെടുക്കാം. നമ്മളെന്താ ചപ്പാത്തിക്ക് കുഴക്കൂലേ, അതുപോലെ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിലിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് നമ്മൾ അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേന് നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. ക്യാരറ്റ് ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി, നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ, വേവിച്ചതല്ല. അതിൽ ഞാൻ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളി എന്നോട് പറയാൻ വിട്ടേ, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അടിച്ചെടുത്തത് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചേർക്കട്ടെ, നമ്മൾ വാട്ടുമ്പോൾ വേറെ തന്നെ ചേർത്തും കൊടുക്കാം. നമുക്ക് പാന് ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്നോ, നമ്മൾ ചിക്കന് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുക. കാരണം നമ്മൾ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ക്യാരറ്റും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി തട്ടിക്കൊടുക്കുക. നമ്മൾ ഇനി എളുപ്പം പണിയെടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ വീട്ടിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. കാരണം പച്ചമുളക് ഞാൻ അരിഞ്ഞിടുകയും ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ ക്രഷ് ചെയ്തത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടുള്ള എരിവുണ്ടാവും. എരിവ് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കട്ടെ. ഇത് നല്ല അടിപൊളി മണം വരും അപ്പം തന്നെ. ഇനി ലാസ്റ്റ് കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്യാത്തവർ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, നമുക്കത് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഓരോന്നായിട്ട് ചെറിയ റോളാക്കിയിട്ടും പരത്തിയെടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്യുക. നമ്മളെ സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. പിന്നെ അട ഉണ്ടാക്കുന്നില്ലേ, അയ്യൊരു അച്ചുണ്ടെങ്കിൽ അതിലും വെച്ചിട്ട് ചെയ്യാം. നല്ല ഡിസൈനായിട്ട് കിട്ടും. അധികം കനം കുറക്കാണ്ട് ഒരു ഒത്ത കനത്തിലാക്കി എടുക്കാം. ഞാനിതാ ഈ 2 മടക്കാക്കിയിട്ട് ചെറുതാക്കിയിട്ടാക്കിയെടുക്കുന്നത്. വലുതാക്കിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. പക്ഷേ നമ്മളിതുപോലെ ചെറുതാക്കിയിട്ട് ഡിസൈനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. കാണാൻ ഭംഗിക്ക് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈനൊക്കെ കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്.
നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. പിന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ പറയുക. അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക. എൻ്റേത് പല ഷേപ്പിലൊക്കെ ആയിപ്പോകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കിഴങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കിഴങ്ങൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കരിഞ്ഞു പോവും. ചിലതൊക്കെ നമുക്ക് നല്ല ചുവപ്പ് കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഈ ലൈറ്റ് കളറായിട്ടുള്ളതും അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളൊക്കെ ഇഷ്ടം. പിന്നെ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മോശമായിട്ടുള്ള കമൻസുകളും വരുന്നുണ്ട്. നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. മോശമാണോ, റീൽസ് ചെയ്യുന്നത് മോശമാണോ എന്നൊക്കെ, ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടോ, അസൂയ കൊണ്ട് പറയുന്നതാണോ, നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലിട്ടിട്ട് അറിയിക്കണേ. വൃത്തികേടാണെങ്കിൽ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്, മോശം അഭിപ്രായമാണ്, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു തരണേ. യൂട്യൂബ് നിർത്തിപ്പോകാനൊക്കെ പറഞ്ഞവരോട് ഒരു മറുപടിയായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.